എടുത്ത് വെച്ചിട്ടുണ്ട്. മോളെ 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 എന്തും മകളെ ഇൻമലരെ ഇൻകരന്നാതിങ്ങിരലാവുന്നയെ ഇതലെ ഇൻകണിയെ ഇന്നിരിയിൽ നീ മടിരാത്തയന്നേ നിന്നിയാനും ജാലകം നിനക്കായാലു നിന്റെ ലോകം ഒരു പൂവായി വീണേരണം ആറ്റത്തിൽ തേനായി നീ നാടണം ഇതായം സ്വന്തൂഹമത്തരം എന്ന സന്തല്ലവെന്റെ കിണ്ണം അമ്മോ ഇംഗിവമാക്കുന്ന കുരം നമ്മളെ വെള്ളം ആ ഫോണുമൊന്ന് കളിക്കാതിരുന്ന് നോക്കിയാ മോളെ. ഇന്നലെ നമ്മളവിടെ വന്ന പയ്യനേതാ? അത് ഞാൻ അറിയുന്ന ഒരാളാ. അറിയുന്ന ഒരാളെന്ന് പറഞ്ഞാല് അറിയുന്ന ഒരാള്. അത് അച്ഛനെന്താ? മോക്ക് ഇവനെ കുറിച്ച് എന്താ അറിയാ? ഇവൻ ആരാണെന്നോ എന്താണെന്നോ എന്തെങ്കിലും മോക്കറിയോ? എനിക്ക് 2 ആഴ്ച ആയിട്ട് അവരായിട്ട് നല്ല പരിചയമുണ്ട്. ഒരു മനുഷ്യനെ മനസ്സിലാക്കാതൊക്കെ മതി. 2 ആഴ്ച മോളെ, ഒരാണും പെണ്ണും ഒരുമിച്ച് നടക്കുന്നതിലോ അല്ലെങ്കിൽ ഒരുമിച്ച് ഇരുന്ന് കാപ്പി പിടിക്കുന്നതിലോ ഒന്നും വിഷയമുള്ള ഒരു അച്ഛനല്ല ഞാൻ അങ്ങനത്തെ ഒരു അച്ഛനേ അല്ല. പക്ഷേ ഇവൻ ഇവൻ മോക്ക് വേണ്ട. കാരണം ഇവനെ എനിക്ക് നല്ല അറിയാം. അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ അവനായിട്ട് ഇഷ്ടത്തിലാണ്. അച്ഛൻ ഇനി സമ്മതിച്ചാലും ഇല്ലല്ലോ ഞാൻ അവൻ്റെ കൂടെ പോകും. മോളച്ഛനോട് ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അച്ഛൻ കുറെ നേരമായാലും അവനെ കുറിച്ച് പറയണു. അവനെ കുറിച്ച് എന്താ അറിയാം? മോൾക്ക് അവന് 2 ആഴ്ചത്തെ പരിചയമല്ലേ ഉള്ളൂ. പക്ഷെ എനിക്ക് അവനെ 2 വർഷമായിട്ട് അറിയാം. അവനില്ലാത്ത ഒരു കളിയില്ല. പക്ഷെ അത് മോളോട് പറയാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു മോക്കൊരാളെ കണ്ടാൽ തിരിച്ചറിയാൻ ഒരു ബുദ്ധി ഉണ്ട്. ഞാനീ പറയണമെന്ന് കേൾക്കണില്ലേ? അച്ഛൻ കുറെ നേരമായല്ലോ. ഞാൻ വല്ല എനിക്കാണ് ഇഷ്ടമാണ്. ഞാൻ അവനോട് പോവും ചെയ്യും. അച്ഛന് ഇപ്പത്തെ നിയമമൊക്കെ അറിയാലോ. ഒറ്റൊരു ഫോൺ കോൾ മതി. നന്നായി മോളെ, നന്നായി. മോൾ ഇത്രയൊന്നും വലുതായത് അച്ഛൻ അറിയില്ല. മോളുടെ അമ്മ മരിച്ചിട്ട് കഴിഞ്ഞ 18 വർഷം മോക്ക് വേണ്ടി ജീവിച്ച അച്ഛനാ ഞാൻ. അച്ഛനോടൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല മോളെ. ഇത് എല്ലാ അച്ഛന്മാരും പറയുന്ന ഡയലോഗാണ്. എനിക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ അച്ഛനോട് പറഞ്ഞു. എനിക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ അച്ഛനോട് പറഞ്ഞു. എന്റെ മോളെന്നടാ അറിഞ്ഞു. അവളവിടെ ഒരേ ഇരുത്ത റൂമില്. എന്നെയും വേണ്ട, മനസ്സിലാവുന്നില്ല. ഭക്ഷണം വേണ്ട, ചോറും വേണ്ട. അവൾ അമ്മ മരിച്ചിട്ട് അവക്ക് വേണ്ടി ഞാൻ ഇത്രയും കാലം. നമ്മൾ വിചാരിക്കണ മാതിരി ഒന്നല്ലടാ. 1000 വട്ടം പറഞ്ഞതാ ഞാൻ അവൻ്റെ കൂടെ പോണ്ട ഒക്കെ ശരിയാവും. ആര്യ ശരിയാവട്ടെ, ശരിയാവും. എന്നിട്ട് അവനെന്താടാ? അവനെ ഞാനൊന്നും ചെയ്യാതെ വെറുതെ വിടുന്നതേ. അവനെ കൊന്നിട്ട് ജയിലിൽ പോയാ എന്റെ മോക്ക് ആരുണ്ടാവും വിചാരിച്ചിട്ടാ. എവിടെയെങ്കിലും പോവാ ഞാൻ എന്റെ മോളെയും കൊണ്ട്. ആരെയും കണ്ടെത്താത്തത്.